Assalamualaikum, welcome back. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പീസ്ഫുൾ ക്ലീനിങ് റുട്ടീനെ കുറിച്ചാണ് കേട്ടോ. നമുക്കറിയാം നമ്മൾ ഹോം ഡെക്കർ ചെയ്യാറുണ്ട്, ഹോം മേക്ക് ഓവർ ചെയ്യാറുണ്ട്. പക്ഷെ അത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമല്ല. അതേസമയം ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുകയും വേണം. അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കൊണ്ടുപോവുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതും ഒരുപാട് ഭാരമായിട്ട് തോന്നാതെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നത്, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമല്ലോ. നമ്മളിപ്പം ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്. അപ്പം വൺസ് ഡീപ്പ് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഡീപ്പ് ക്ലീനിങ് വരുന്നത് വരെ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ കാണാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്ലീനിങ് പ്രോഡക്ട്സും കൂടി ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാ സാധനങ്ങളും പലതും പല സ്ഥലങ്ങളിൽ വെക്കാതെ എല്ലാം ഒരുമിച്ചൊരു സ്ഥലത്ത് വെച്ചാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാനായിട്ട് പറ്റും നമ്മളുടെ കയ്യിൽ എന്തെല്ലാം ക്ലീനിങ് പ്രോഡക്ട്സ് ആണുള്ളത്. അതേപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഫിനിഷ് ആകുവാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പർച്ചേസിൽ അത് പ്ലാൻ ചെയ്തിട്ട് വാങ്ങാനായിട്ടും പറ്റും. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പാത്രം കഴുകുന്ന ആ ഒരു സിങ്കിൻ്റെ അടിയിലുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ എപ്പോഴും എംപ്റ്റി സ്പേസ് ആണല്ലോ. അപ്പം അവിടെ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ട് അവിടെയാണ് എല്ലാ ക്ലീനിങ് പ്രോഡക്ട്സും വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ ഒരു മെറ്റൽ ഹാങ്ങർ ഉണ്ട്, അവിടെയും ഒരു മെറ്റൽ ഹോൾഡറാണത്. അപ്പം അതിലും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്തു മാറ്റുകയോ വേറെ സ്ഥലങ്ങളിൽ വയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മളുടെ ഒരു ഡെയിലി ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് പറ്റുവാണെങ്കിൽ നമുക്ക് തനിയെ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതുണ്ടാക്കുമ്പോഴത്തേക്കിനും ഉള്ളൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡെയിലി ക്ലീനിങ്ങിനൊക്കെ നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു ഡീപ്പ് ക്ലീനിങ്ങിനാണെങ്കിൽ അതല്ലാതെ നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റ്സ് ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഒരു ഡെയിലി ക്ലീനിങ്ങിനാണെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യമേ വരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം ഇതേപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതാവുമ്പോഴത്തേനും അതിലൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതുപോലെ എടുത്ത് ഉപയോഗിക്കാമല്ലോ. പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കി വെക്കുന്നില്ല. ജസ്റ്റ് 1 കപ്പ് വെള്ളം ഇവിടെ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. വിനാഗിരി ഒരു 1/4 കപ്പൊക്കെ. പിന്നെ ഞാൻ ഒലിവ് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒലിവ് ഓയിൽ ഒരു 2 ടീസ്പൂണൊക്കെ ആഡ് ചെയ്യുന്നുള്ളത്. ഈ ഒലിവ് ഓയിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കിനും മെറ്റൽ സർഫസസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു ഷൈനിങ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ വുഡിലൊക്കെ ആണെങ്കിൽ വുഡിനൊക്കെ ഉള്ളൊരു നല്ലൊരു കണ്ടീഷണറും കൂടിയാണ് ഒലിവ് ഓയിൽ. പിന്നെ ഞാനിവിടെ ലെമൺ ഗ്രാസ് ഓയിൽ കുറച്ച്, ഒരുപാടൊന്നുമില്ല, ഫ്യൂ ഡ്രോപ്സ് മാത്രമാണ് ഈ ലെമൺ ഗ്രാസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ എസെൻഷ്യൽ ഓയിൽ ഉണ്ടായിരുന്നു. ആ എസെൻഷ്യൽ ഓയിലും ഒരു 1/2 ടീസ്പൂണൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നോർമലി എസെൻഷ്യൽ ഓയിൽ കിട്ടുമ്പം ഇതിന് ആ ഒരു ഡ്രോപ്സ് ആയിട്ട് വരാനായിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ക്യാപ്പ് പോലെ ഉണ്ടാകും കേട്ടോ. അപ്പം അതിലേക്കൂടെ കുറച്ച് ഡ്രോപ്സ് മാത്രം ഒന്നെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താലും മതി. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയാണ് നമ്മൾ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ അത്രയൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം നമ്മളുടെ ഹോം മെയ്ഡ് ക്ലീനിങ് സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മറ്റ് ക്ലീനിങ് സൊല്യൂഷൻ്റെ ഒക്കെ കൂടെ തന്നെയാണ് ഇതും വെക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഇതിനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇത് നമ്മളുടെ ഹോം മെയ്ഡ് ക്ലീനിങ് സൊല്യൂഷൻ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾക്ക് കിച്ചൺ കൗണ്ടർ ടോപ്സ്, അതേപോലെ തന്നെ നമ്മളുടെ കബോർഡിൻ്റെയൊക്കെ കിച്ചണിലെ കബോർഡിൻ്റെയൊക്കെ ഡോറ് അതൊക്കെ ഇല്ലേ, അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാം കേട്ടോ. നമ്മളുടെ ഒരു നൈറ്റ് ടൈം ക്ലീനിങ്ങിനും ഈ ഒരു സൊല്യൂഷൻ ബെറ്ററാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഡീപ്പ് ക്ലീനിങ്ങിനല്ല നമ്മൾ മെയിൻലി ഇതുകൊണ്ട് ഉപയോഗിക്കുന്നത്. നമ്മളുടെ ഒരു ഡെയിലി ക്ലീനിങ്ങിനൊക്കെ ഹെൽപ്പ് ആകും. പിന്നെ എപ്പോഴും ഒരുപാട് കെമിക്കൽസ് ഒന്നും ഇപ്പം നല്ല മെറ്റലിലും വുഡിലും ഒന്നും അപ്ലൈ ചെയ്യുകയും വേണ്ടല്ലോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ പാടുകളൊക്കെ നല്ലതുപോലെ കാണാനായിട്ട് പറ്റും. അപ്പം അത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് വീട് കുറച്ച് നല്ലതുപോലെ അഴുക്ക് പിടിച്ച് കിടക്കുന്ന പോലെ തോന്നും. അപ്പം നമ്മൾക്ക് വിസിബിൾ ആയിട്ടുള്ള അത്രയും പെട്ടെന്ന് കാണാൻ പറ്റുന്ന മാർക്സ് നമുക്കൊന്ന് സ്പോട്ട് ക്ലീനിങ് ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കറിയാവുന്ന പോലെ ജിഫ് അങ്ങനെയുള്ള കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കളയാം. അപ്പം ഇവിടെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു ഹോം മെയ്ഡ് ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടല്ലോ, അപ്പം അത് വെച്ച് തന്നെ ഈ വോളിൽ കുറച്ച് ഭാഗത്തുനിന്ന് ക്ലീൻ ചെയ്ത് നോക്കുമ്പോഴത്തേനും കാണാം നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് അവിടെ നല്ലതുപോലെ അഴുക്കുണ്ടായിരുന്നു, നല്ലതുപോലെ കാണാൻ പറ്റുമായിരുന്നു. കാരണം കുട്ടികളൊക്കെ ഉള്ളപ്പോഴത്തേക്കിനും ഉറപ്പായിട്ടും നമ്മളുടെ ഈ വൈറ്റ് വോൾസ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് മുഷിയും. അപ്പം ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്കിനും അത്യാവശ്യം പെട്ടെന്ന് കാണുന്നതൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ട്.
ഈ ലോണ്ട്രിയുടെ കാര്യത്തിൽ ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓർക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ പകൽ സമയങ്ങളിൽ ഇതിനകത്തേക്ക് ലോണ്ട്രി ഫില്ല് ചെയ്ത് വെക്കുക വാഷിംഗ് മെഷീനിൽ. പിന്നെ നമ്മൾ സോപ്പ് പൗഡറോ ഫാബ്രിക് സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക. ഇവിടെ നമ്മൾ നൈറ്റ് ടൈമിലാണ് വാഷിംഗ് മെഷീൻ റൺ ചെയ്യുന്നത്. അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ജസ്റ്റ് അതിൻ്റെ സ്വിച്ച് അങ്ങ് ഓൺ ആക്കിയിട്ട് പോയാൽ മാത്രം മതിയല്ലോ. അതേസമയം ഇതെല്ലാ പരിപാടിയും ഞാൻ മുൻപ് ചെയ്തുകൊണ്ടിരുന്നത് നൈറ്റിലായിരുന്നു. സോർട്ട് ചെയ്യുക, നമുക്ക് ക്ലോത്ത്സ് സോർട്ട് ചെയ്തിട്ട് അതിനെ സെഗ്രിഗേറ്റ് ചെയ്തൊക്കെ വേണം വാഷിംഗ് മെഷീനിൽ ഇടാനായിട്ട്. അതെല്ലാം ചെയ്യുമ്പോഴത്തേക്കിനും ഒരു ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്യുന്നത് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ നൈറ്റ് ടൈമിലൊക്കെ നല്ല ടയേർഡായിരിക്കും. അപ്പം പെട്ടെന്നൊന്ന് പോയി കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും ഈ ഒരു പണി നാളെ ആവട്ടെ വിചാരിച്ച് വെക്കും. നാളെ ആകുമ്പോൾ പിന്നെ ക്ഷീണമായിരിക്കും, എന്നാൽ മറ്റന്നാളാവട്ടെ വെക്കും. അപ്പോൾ ഒരു 3-4 ദിവസം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അതേസമയം നമുക്ക് ഈ സമയം കിട്ടുമ്പോഴത്തേക്കും ഇതങ്ങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈറ്റിൽ ഉറങ്ങാൻ പോകുമ്പോഴത്തേനും ജസ്റ്റ് ഇതങ്ങ് ഓൺ ആക്കിയിട്ടിട്ട് പോവുക. രാവിലെ ആകുമ്പോഴത്തേക്കും പണി കഴിഞ്ഞിട്ടുണ്ടാവും. അതെടുത്തിട്ട് വിരിച്ചിട്ടാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും തുണിയെല്ലാം ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഈ ഒരു റൊട്ടീൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഒരുപാട് ലോണ്ട്രി അങ്ങ് പൈലപ്പ് ആവാറില്ല കേട്ടോ. പിന്നെ പൊടി അടിയുന്ന സ്ഥലങ്ങളിലെല്ലാം അതിനെ ഡസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും പ്രിഫർ ചെയ്യുന്നത് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കുന്നതാണ്. അങ്ങനെ നനഞ്ഞ തുണിയും കൊണ്ട് തുടച്ചെടുക്കുമ്പോഴത്തേക്കിനും ആ പൊടിയെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം നമ്മൾ ഡസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ പൊടി ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് മുകളിലേക്ക് പറന്ന് പൊങ്ങുകയാണ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ പോകും. കുറച്ച് കഴിയുമ്പം അത് വേറെ ഏതെങ്കിലും ഒരു സർഫസിലേക്ക് താഴും. അപ്പം അതിനെക്കാട്ടിലും നല്ലതായിട്ട് തോന്നിയേക്കുന്നത് എപ്പോഴും പൊടി തുടച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. എസ്പെഷ്യലി ഈ വുഡിൻ്റെ മുകളിലും മെറ്റൽസിൻ്റെ മുകളിലൊക്കെ നല്ലതുപോലെ പൊടി ഉണ്ടാവും. അത് നമുക്ക് വെറ്റ് വൈപ്പ് വേണം, അങ്ങനെ അങ്ങ് നനഞ്ഞ തുണിയും കൊണ്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുമില്ല. അതേസമയം നമ്മൾ ഡസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ആ പൊടി അവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാവും. ഒരു വുഡൻ ടേബിളിലും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു ഹോം മെയ്ഡ് ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ആ ടവലിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അവിടെ തുടച്ച് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം പൊടിയെല്ലാം അതിനകത്തേക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ഈ വുഡൻ മെറ്റീരിയലിലൊന്നും തന്നെ നമ്മൾ എല്ലാ ദിവസവും കെമിക്കൽസ് യൂസ് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നില്ല. കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ അവരെ കൊണ്ടും കൂടെ ചെയ്യിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പാത്രം കഴുകുന്നതൊക്കെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കിനും സിങ്ക് നിറയെ പാത്രം കൊടുത്തിട്ട് അതെല്ലാം കഴുകി വെക്കണം അങ്ങനെ പറഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ അങ്ങ് മടുക്കും. അതല്ല, കുറച്ചൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുക. പിന്നെ അതേപോലെ തന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർ കുറേ സാധനങ്ങളൊക്കെ നല്ലതുപോലെ നിരത്തിയിട്ടിട്ടുണ്ടാവും. അവർ കളിച്ച് കഴിയുമ്പോഴത്തേക്കിനും അവർ കളിച്ചോട്ടെ, പക്ഷെ അതിനുശേഷം അത് അവരുടെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് അത് തിരിച്ചെടുത്ത് വെക്കുക എന്നുള്ളത്. അത് 1, 2, 3, 4 പ്രാവശ്യം പറഞ്ഞാൽ അവരത് ചെയ്യണം എന്നില്ല. പക്ഷെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അത് തിരിച്ച് അവർ തന്നെ വെക്കേണ്ടതാണ് എന്നൊരു ഉത്തരവാദിത്വ ബോധം അവരുടെ ഉള്ളിലേക്ക് കയറും. എല്ലാ ദിവസവും ചെയ്യണമെന്നും ഇല്ല, പക്ഷെ എന്നാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ടത് ചെയ്തിട്ടുണ്ടാവും. കാരണം ഈ താഴെ പോയ ടോയ്സ് പെറുക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം. പിന്നെ ചില കാര്യങ്ങളുണ്ടല്ലോ നല്ല ബോറായിരിക്കും ചെയ്യാനായിട്ട്. ഇപ്പം ഈ നമ്മൾ പാത്രം കഴുകി വെച്ച പാത്രങ്ങൾ അതിനെ അടുക്കി അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് വെക്കുക എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും മടുപ്പുള്ളൊരു കാര്യമാണ്. അപ്പം ആദ്യമൊക്കെ നോക്കുമ്പോഴത്തേനും എങ്ങനെ പോയാലും 10-15 മിനിറ്റ് എടുക്കും ഈ ഒരു റാക്കിലിരിക്കുന്ന എല്ലാ പാത്രങ്ങൾക്കും അതിൻ്റെ സ്ഥലം കണ്ടുപിടിച്ച് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ കിച്ചണിലേക്ക് കയറുന്നു ആ സമയങ്ങളിൽ ഒരു 10 പാത്രം അല്ലെങ്കിൽ അതിനകത്ത് ചിലപ്പം സ്പൂൺസ് കാണും, ഗ്ലാസസ് കാണും. അപ്പം അതൊക്കെ എടുത്ത് അതിൻ്റെ സ്ഥലത്ത് വെക്കുക. പിന്നെ ഞാൻ എൻ്റെ ബാക്കി പണി ചെയ്യുക, ഇറങ്ങി പോവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ പാത്രം എടുക്കാൻ വരുമ്പോഴും ഇതുപോലെ ഒരു സമയത്ത് 10 സാധനങ്ങൾ അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് വെക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ പണി ഒട്ടും ബോറായിട്ടോ മടുപ്പുള്ളതായിട്ടോ തോന്നുന്നില്ല. അതേസമയം പെട്ടെന്ന് തീരുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. വീണ്ടും ഇതേപോലെയുള്ള ഈസി പീസി ഹോം ഓർഗനൈസിങ് ആൻഡ് ക്ലീനിങ് വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.